ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം. യേശുവേ എൻ ഹൃദയം നീ വസിക്കും ആലയം. സ്നേഹിക്കാനാരുമില്ല നീ നൽകും സ്നേഹം പോലെ. നീയല്ലാതാരുമില്ല നിത്യജീവനേകിടുവാൻ. ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം. ലോകമാം വൻകടലിൽ പാപമാം ചെറുവള്ളത്തിൽ കേറി ഞാനലഞ്ഞ നേരം തേടി നീ എൻ ചാരെ വന്നു. ലോകമാം വൻകടലിൽ പാപമാം ചെറുവള്ളത്തിൽ കേറി ഞാനലഞ്ഞ നേരം തേടി നീ എൻ ചാരെ വന്നു. തീരം കാണാൻ കൊതിച്ചിടുമ്പോൾ രക്ഷകൻ തുണയൊരുക്കി. ജീവിക്കാൻ ആശയേകി ജീവന്റെ നാഥനായി. ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം. യേശുവേ എൻ ഹൃദയം നീ വസിക്കും ആലയം. കർത്താവേ, നിന്റെ സാന്നിധ്യം എത്രയോ സുന്ദരമാണ്. ഈ സായാഹ്നത്തിൽ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. നിന്റെ വചനത്താൽ നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നിന്റെ കരുണയാൽ ഈ നിമിഷങ്ങളിൽ നീ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മക്കൾ ലോകത്തിൻ്റെ പല കോണുകളിലായിരുന്ന് ഈ സമയം മാറ്റിവെച്ച് നിന്റെ വചനം കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മക്കളാണ്. കർത്താവെ, ഇവിടെ ജീവിതത്തെ നീ കാണണം. ഇവിടെ നിയോഗങ്ങളെ കർത്താവെ നീ കേൾക്കണം. ഇവിടെ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ ഈശോയെ ഈ രാത്രികാലം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൽ കർത്താവെ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കളെ ഓരോരുത്തരെയും ഇപ്പോൾ ആശീർവദിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ മക്കളുടെ മേൽ നിന്റെ കൃപ വർഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 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 ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പര സ്തുതി കൊടുത്ത് ഇടത്ത് വലത്തൊക്കെ ഉള്ളവരെ നോക്കി പുഞ്ചിരിച്ച് സ്തുതിയെ കൊടുത്ത് ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞ ഇനി അങ്ങോട്ടുള്ള 9 ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെയൊക്കെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറ്റുന്ന ദിനങ്ങളാണ് വരുന്ന 9 ദിനങ്ങൾ പെന്തക്കോസ്തായ്ക്ക് ഒരുക്കമായിട്ട്. അതിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം, ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണോ നമ്മളിൽ പ്രവർത്തിക്കുന്നത്, അതോ അശുദ്ധാരൂപിയാണോ നമ്മളിൽ പ്രവർത്തിക്കുന്നത്, ലോകത്തിൻ്റെ അരൂപിയാണോ തിന്മയാണോ നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ ഇന്നലെയുടെ അടിമയല്ലാതെ ജീവിക്കാൻ പറ്റും. ഇന്നലകളുടെ അടിമത്തത്തിൽ നിന്നും, പ്രത്യേകിച്ച് മനസ്സിനേറ്റ മുറിവുകൾ, ജീവിതത്തിൽ കടന്നുപോയ തിക്താനുഭവങ്ങൾ, ഒത്തിരി വേദനിപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ, മറക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ പറ്റാതെ കിടക്കുന്ന ജീവിതത്തിൻ്റെ ഇന്നലകൾ, അതിൻ്റെ മേലെല്ലാം വിജയം വരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ. നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മൾ ആത്മാവിലാണോ വ്യാപരിക്കുന്നത്? നമ്മളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക്
ഈ ഇന്നലകളെ, നമ്മളെ അടിമകളാക്കുന്ന ഇന്നലകളെ ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഹല്ലേലൂയ. സർവ്വടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും നമുക്ക് പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ഇന്നലകളിലെ ഇങ്ങനെ അടിമത്തത്തിൽ കിടക്കുക. പൗലോസിലെ പറയുന്നൊരു കാര്യമുണ്ട്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയും, സഹോദരരെ, ഞാൻ തന്നെ ഇനിയും അത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. എന്താ? എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ യാത്ര തുടരുന്നു. ഞാൻ മുന്നേറുന്നു. പിന്നിലുള്ളവയെ മുഴുവനും വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുകയാണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. അപ്പോൾ പിന്നിലേക്ക് നോക്കിയാൽ ഒത്തിരി സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെയും മുറിവേൽപ്പിക്കപ്പെട്ട അനുഭവങ്ങളുടെയും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളും പരാജയപ്പെട്ടതിൻ്റെ നഷ്ടബോധത്തിൻ്റെ ജീവിത തകർച്ചയുടെ ഞെരുക്കങ്ങളുടെ കണ്ണുനീരിൻ്റെ ഒക്കെ ഇന്നലകൾ നമ്മുടെ പലരുടെയും ജീവിതത്തിലുണ്ടാകും. ആർക്കില്ലാത്ത, ആരുടെ എന്നെ ശ്രവിക്കുന്ന ആരുടെ ഇന്നലെയാണ് അത്ര സുന്ദരമായിട്ട് പറയാൻ പറ്റുന്നത്? വളരെ വിരലിലെണ്ണാവുന്ന ഏതാനും പേരുടെ ഇന്നലകളിൽ ഒരൊക്കെ അവരെപ്പോഴും ആനന്ദത്തിലും സന്തോഷത്തിലും എല്ലാവിധ ജീവിത സൗകര്യങ്ങളിലും വ്യാപരിച്ചിട്ടുണ്ടാകാം. വളരെ വിരളം. എല്ലാ സൗകര്യങ്ങളുടെ നടുവിലും ഒരൊക്കെ മനസ്സിന് മുറിവേറ്റും ജീവിതം നുറുങ്ങിയും കുത്തുവാക്കുകളുടെയും പരിഹാസങ്ങളുടെയും മുറിവേൽപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഓർമ്മകളുടെയും ഒറ്റപ്പെട്ടു പോയതും സ്നേഹിക്കപ്പെടാതെ പോയതിൻ്റെ ഒക്കെ പരാതിയും പരിഭവമായിട്ട് കഴിയുന്നവരുമായിരിക്കാം. അപ്പോൾ എവിടെയൊക്കെയോ ഇന്നലകളുടെ പലതും നമ്മുടെ ഇന്നിൻ്റെ ആനന്ദത്തെയും ഇന്നിൻ്റെ സന്തോഷത്തെയും ഇന്നിൻ്റെ നന്മകളെയും തകർത്ത് കളയുന്നുണ്ടെങ്കിൽ, മോനെ, ആത്മാവ് നിന്റെ മേൽ പ്രവർത്തിക്കാൻ നീ വിട്ടുകൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇന്നലകളിൽ ആത്മാവിനെ പ്രവർത്തിക്കാൻ, നിന്റെ ഇന്നലകളിലേക്ക് ആത്മാവിനെ ഇറങ്ങി പ്രവർത്തിക്കാൻ നീ അനുവാദം കൊടുക്കുന്നില്ല. ഇന്ന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്, നാളെ ചിലപ്പോൾ പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുമെന്ന് പറയും. പക്ഷേ ഇന്നലകളിൽ നിന്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ തടയിട്ട, ദൈവസ്നേഹത്തിൽ നിന്നെ വളർത്തുന്നതിനും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നെ കൈപിടിച്ചുയർത്തുന്നതിനും ദൈവിക പരിശുദ്ധിയിൽ നിന്നെ പങ്കുകാരാക്കുന്നതിനും നിന്നെ കൈപിടിച്ച് ഉയർത്തിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ, അതിനെ തടയിട്ട അനുഭവങ്ങളുണ്ടല്ലോ, അതിനെ നീ ഇന്നും താലോലിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിനക്കെങ്ങനെ ഇന്നിൻ്റെ ആനന്ദത്തിൽ നിലനിൽക്കാൻ പറ്റും? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിപ്പോൾ മോനെ, ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിന്റെ ഏതെങ്കിലും ഇന്നലകൾ നിന്റെ ഇന്നിൻ്റെ സന്തോഷത്തെ തകർക്കുന്നുണ്ടോ? ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഞാൻ കുടുംബത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്, നാളുകൾക്ക് മുമ്പ് സംഭവിച്ചത്, ആരൊക്കെയോ നിങ്ങൾക്കെതിരെ ചെയ്തത്, പറഞ്ഞത്, ഇതൊക്കെ നിങ്ങളെ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തിയിട്ട് ഇന്ന് സ്നേഹിക്കാൻ പറ്റാത്ത, ഇന്ന് ക്ഷമിക്കാൻ പറ്റാത്ത, ഇന്ന് എളിമപ്പെടാൻ പറ്റാത്ത, വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും മനോഭാവങ്ങൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം. എന്ത്? നീ ഇന്നലെയുടെ അടിമത്തത്തിലാണെന്ന്. അതിൽ നിന്ന് പുറത്തു വരണം. അതുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പിന്നെ ഇന്നലകളുടെ ഓർമ്മകളുണ്ടല്ലോ കൈപ്പേറിയ വിഷമായിട്ട് കിടക്കാന്ന് പറയും. ചേട്ടൊക്കെ മനസ്സിലെ ഹൃദയത്തിലൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 19-ാമത്തെ വചനം. വിലാപങ്ങൾ 3:19 വചനം പറയാണ്, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ സംഭവിച്ച കാര്യമാണ്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. കൈപ്പേറിയ വിഷമാണ്. ശരിക്കും അങ്ങനെയല്ലേ? ചില ഇന്നലകളുടെ ഓർമ്മകൾ അത് കഷ്ടതയുടെ ആണെങ്കിൽ, അലച്ചിലിൻ്റെതാണെങ്കിൽ അത് ഒരു കൈപ്പേറിയ വിഷമായിട്ട് നിന്റെ ഉള്ളിൽ കിടക്കാം. സൗഖ്യം കിട്ടണം,
പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ സൗഖ്യമുള്ളവനായിട്ട് അവൻ ജീവിക്കും. ഇന്നലകളുടെ കൈപ്പേറിയ ഓർമ്മകൾ ഉണ്ടാകാം. ഇന്നലകളുടെ അലച്ചിലുകളുടെയും കഷ്ടപ്പാടിൻ്റെയും ജീവിതത്തിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും ഉണ്ടാകാം. അതൊന്നും നിന്റെ ഇന്നിനെ തകർക്കാൻ പറ്റാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിലുള്ള സൗഖ്യമെടുത്ത് ജീവിക്കുന്ന ദൈവ പൈതലായി നീ രൂപപ്പെട്ടോ എന്ന് ചോദിക്കണം. എത്രയോ പേര് പങ്കുവെച്ചേക്കുന്ന അനേകരുടെ ജീവിത അനുഭവങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ത്? അനേകരിന്നും ഇന്നലയുടെ അടിമത്തത്തിൻ്റെ മുഖം വഹിക്കുന്നവരാണ്. ഇന്നലകളുടെ കൈപ്പേറിയ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. ഇന്നലകളുടെ പരാജയത്തിൽ, ഇന്നലകളുടെ നഷ്ടബോധത്തിൽ, ഇന്നലകളുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ, ഇന്നലകളുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ തകർച്ചകൾ, ഇതിലെല്ലാം ഇങ്ങനെ പെട്ടുകിടന്നിട്ട് അതിൽ തന്നെ ബന്ധിക്കപ്പെട്ടതുപോലെ കിടക്കുക. സൗഖ്യം എടുക്കാൻ പറ്റാത്ത രീതിയിൽ, പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ. ഹല്ലേലൂയ. ഇന്ന് കഴിഞ്ഞ യുവജന ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു പങ്കുവെച്ച് കാണാമെന്ന് പറഞ്ഞ അച്ഛാ, എനിക്ക് മുന്നോട്ട് പോകണമെന്നില്ല, എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നില്ല. ഇപ്പം എന്നാ 2 പ്രാവശ്യം OET പരീക്ഷ എഴുതി തോറ്റുപോയി. അതാണ് കാരണം. 2 പ്രാവശ്യം പരാജയപ്പെട്ടതിൻ്റെ ഒരു ഹിസ്റ്ററി, ഒരോർമ്മ മനസ്സിൽ നിൽക്കുക. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും കാണുന്നവരെല്ലാം ചോദിക്കാൻ തുടങ്ങി, എന്തായി നിന്റെ പോക്ക്, എന്തായി നിന്റെ പരീക്ഷ, എന്തായി നിന്റെ റിസൾട്ട്, എന്തായി, ഒന്നും ആയില്ലേ, എവിടെയെങ്കിലും ജോലിക്ക് നോക്കി കൂടെ, ഇങ്ങനെയൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായില്ലേ, ഒന്നും ശരിയായില്ലേ. ഇത് കേട്ട് 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 മനസ്സുമെടുത്ത് 2 വട്ടം പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മ മനസ്സിൽ കിടക്കുക. അതിലൂടെ ഇന്നലകളിൽ അതുമായി ബന്ധപ്പെട്ട് അനേകർ പറഞ്ഞത് ഇന്നും മനസ്സിൽ കിടക്കുക. ആ ഇന്നലകളുടെ ഓർമ്മകളെല്ലാം ഒരു തരം കൈപ്പേറിയ വിഷമായിട്ട് മനസ്സിൽ കൊണ്ട് താലോലിച്ച് താലോലിച്ച് നടന്നിട്ട് ഇന്ന് വലിയ നിരാശയിലേക്ക് എത്തി നിൽക്കുക. സൂയിസൈഡിന് പോലും പലാവർത്തി ചിന്തിച്ചതാ. ചത്ത് കളഞ്ഞാൽ മതി, എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്, ഇതിലും ഭേദം അങ്ങോട്ട് ചത്താ മതി എന്നൊക്കെ ചിന്തിച്ചതാണ്. അപ്പോ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇന്നിനെ വല്ലാതെ കണ്ട് നമ്മുടെ ഇന്നലകൾ അസ്വസ്ഥപ്പെടുത്തുന്നില്ലേ? നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ നമുക്കെതിരെ ചെയ്തത്, നമ്മുടെ ഉറ്റ സ്നേഹിതർ നമ്മളോട് പറഞ്ഞത്, നമ്മളെ ഇന്നലകളിൽ നമ്മളോട് ചേർന്ന് നിന്നവർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞതും നമ്മളോട് ചെയ്തതും നമുക്കെതിരെ ചെയ്തതൊക്കെ വല്ലാത്ത മുറിവും ഭാരവും ഒക്കെ നമുക്ക് സമ്മാനിച്ചിട്ടില്ലേ? ഉണ്ടാകും, തീർച്ചയാണ്. പക്ഷേ ഇത് മുറിവേറ്റ മനസ്സുമായിട്ട് പോകാൻ പറ്റില്ല. സൗഖ്യമുള്ളവരെ പോലെ ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സൗഖ്യമുള്ളവരെ പോലെ മുന്നോട്ട് പോകാനും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിലുള്ള ഒരു വ്യക്തി, ആത്മാവിലൊരു വ്യക്തി ചലിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത്, അവൻ സൗഖ്യമുള്ളവനായിട്ട് ജീവിക്കുന്നത്. യേശു വാഗ്ദാനം ചെയ്ത, യേശുവിലൂടെ പൂർത്തിയാക്കപ്പെട്ട, യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ആ സൗഖ്യം ഒരു ദൈവ പൈതൽ അവൻ്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള തിരിച്ചറിവിൻ്റെ ആത്മീയ സ്വാതന്ത്ര്യത്തിലും സൗഖ്യത്തിലും ജീവിക്കാൻ ഒരു ദൈവ പൈതലിന് സാധ്യമാകും. എപ്പോ? അവൻ്റെ ആത്മാവ് ചലിക്കുമ്പോൾ. അപ്പോൾ സൗഖ്യമുള്ളവരായിട്ട്. അല്ലെങ്കിലോ പരിശുദ്ധാത്മാവ് ചലിക്കാത്തപ്പോൾ ഇന്നലകളുടെ പാപത്തിൻ്റെയും മുറിവേറ്റ മനസ്സിൻ്റെയും, ഇന്നലകളിൽ നിനക്കെതിരെ കടന്നു വന്ന ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളുടെയും കൈപ്പേറിയ ഓർമ്മകളുണ്ടല്ലോ, ഇന്നും വിഷമായിട്ട് നിന്നിൽ അവശേഷിപ്പിക്കും. എന്നിട്ട് ആ വിഷം നിന്റെ ജീവിതത്തെ കാർന്ന് തിന്നും. നിന്റെ ഇന്നിനെയും നിന്റെ നാളെയെയും നശിപ്പിക്കാൻ നിന്റെ ഇന്നലകളുടെ സൗഖ്യം കിട്ടാത്ത കൈപ്പേറിയ ഓർമ്മകൾക്ക് സാധ്യമാണെന്ന് നീ ഓർക്കണം. അനേകർക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തന്നെ ഈ ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടാത്തത് കൊണ്ടാണ്. ഇന്ന് അനേകരോട് ക്ഷമിക്കാൻ പറ്റാത്തത് ഈ ഓർമ്മകൾ സമ്മാനിച്ചവരോട് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്കിന്നും പലരോട് വെറുപ്പ് മനസ്സിലുണ്ട്, പലരോട് വിദ്വേഷമുണ്ട്. കാരണം എന്താ? ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ, നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഇവരെടുത്ത നിലപാടുകൾ, ഇവർ പറഞ്ഞത്, ഇവർ ചെയ്തത് വല്ലാതെ കണ്ട് നിങ്ങളെ മുറിപ്പെടുത്തി, അസ്വസ്ഥപ്പെടുത്തി. ആ മുറിവുണ്ടല്ലോ ഇന്നും ഉണങ്ങിയിട്ടില്ല. ആ മുറിവുണ്ടല്ലോ ഇന്ന് ഹീൽഡ് ആകാത്തത് കൊണ്ട് ആ മുറിവിൽ നീ ഇപ്പോൾ തൊടുമ്പോഴും നിനക്കിപ്പോഴും വേദനയുണ്ട്. അതിനർത്ഥം നീ പരിശുദ്ധാത്മാവിലുള്ള സൗഖ്യം എടുത്തിട്ടില്ല.
യേശുവിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട കാൽവരി കുരിശിൽ അവൻ തൻ്റെ അവസാനത്തുള്ളി രക്തവും ചിന്തിയപ്പോൾ അവൻ രക്തം ചിന്തിയത് നമ്മൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. യെശയ്യാ 53:5 വചനം പറയുന്നില്ലേ, അവൻ്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യമുണ്ട്. നമ്മൾ സൗഖ്യം പ്രാപിച്ചു. We have been healed by his wounds. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്നാ പറയാം. അപ്പോ അവൻ മുറിയപ്പെട്ട് അവൻ കാൽവരിയിൽ അവന്റെ പരിശുദ്ധ രക്തം ചിന്തി. എന്തിനാ? നമുക്ക് സൗഖ്യമുള്ളവരായിട്ട് ജീവിക്കാം. 1 പത്രോസ് 2:24 വചനം പറയും, അവന്റെ മുറിവിൽ മോളെ നിനക്ക് സൗഖ്യമുണ്ട്. അവന്റെ മുറിവിൽ മോനെ നിനക്ക് സൗഖ്യമുണ്ട്. സൗഖ്യമുള്ളവനായിട്ട് നീ ജീവിക്കണമെന്ന് നിന്റെ കർത്താവായ യേശു ആഗ്രഹിച്ചത് കൊണ്ട് അവൻ നിനക്ക് വേണ്ടി മുറിവേറ്റവനായി കാൽവരിയിൽ ഉയർത്തപ്പെട്ടു. അതിനവൻ മുറിവേറ്റത് എന്തിനാ? നിനക്ക് സൗഖ്യം തരാൻ വേണ്ടി. യേശു മുറിവേറ്റത് നമുക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് നമ്മൾ ഇന്നും മുറിവേറ്റ മനസ്സുമായിട്ട് കഴിയുന്നുണ്ടോ? സൗഖ്യം കിട്ടാത്ത മനസ്സിന്റെ ഉടമയാണോ? അതിനർത്ഥം എന്താണെന്നറിയാവോ? നീ ബോധപൂർവം കാൽവരി കുരിശിൽ നിനക്കായി നിന്റെ കർത്താവായ ദൈവം യേശുക്രിസ്തു പൂർത്തിയാക്കിയ സൗഖ്യത്തെ നീ തള്ളിക്കളഞ്ഞു, ബോധപൂർവം ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ബോധപൂർവം തള്ളിക്കളഞ്ഞ പിന്നെ നീ എന്നെ ചെയ്യും? പിന്നെ നിനക്ക് എവിടെ നിന്നാ സൗഖ്യം കിട്ടുന്നത്? നിനക്ക് സൗഖ്യം കിട്ടാനുള്ള ഏക വഴി നീ അടച്ചു കളയും. നിനക്ക് സൗഖ്യം കിട്ടാനുള്ള ഏക മാർഗം, നിന്റെ ഇന്നലകൾക്ക് സൗഖ്യം തരണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ പറ്റൂ. ഇന്നലകളിലേക്ക് ഇറങ്ങാൻ ഒരു മനുഷ്യനും പറ്റില്ല. കഴിഞ്ഞു പോയതാണ് അല്ലേ? ഒരു സമയപരിധിയുണ്ട്. ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളുണ്ടായി, ചില പരാജയങ്ങളുണ്ടായി. അതെന്നേക്കുമായിട്ട് ജീവിതത്തിന്റെ പരാജയങ്ങളും നഷ്ടങ്ങളായിട്ട് കിടക്കും. നാളെ അധ്വാനിച്ച് നമുക്ക് പലതും വിജയത്തിലേക്കും ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇന്നലകളിൽ സംഭവിച്ചതാണ്, മാറ്റി എഴുതാൻ പറ്റില്ല. അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അതാകൂല. ഹല്ലേലൂയ. അപ്പോ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പലതും മക്കളെ, അത് പൂർണ്ണമായും സൗഖ്യമെടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ഇന്നിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. അതിന് സൗഖ്യമെടുക്കാൻ, സൗഖ്യം നേടാൻ, സൗഖ്യം സ്വന്തമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈശോയ്ക്ക് നമുക്ക് സൗഖ്യം തരാൻ പറ്റും. കാരണം എന്താ? അവന് നമ്മുടെ ഇന്നിൽ നമുക്ക് സ്വാധീനമുണ്ട്. നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ഇന്ന്. നാളെ എന്തായിത്തീരും നമുക്ക് തീരുമാനിക്കാനൊന്നും പറ്റും. നമുക്കറിയില്ല എന്നാ സംഭവിക്കാം. ഇന്നലകളിൽ സംഭവിച്ചു, അതിൻ്റെ മേലെ നമുക്ക് കൺട്രോളിൽ. പക്ഷേ ജീവിക്കുന്ന കർത്താവ് എബ്രായ 13:8 പറയുന്നത്, അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. അപ്പൊ കഴിഞ്ഞുപോയ കാലത്തിന്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. ഈസ് ദ സെയിം. ഇന്നിലും കർത്താവിന് അധികാരമുണ്ട്. നിന്റെ നാളെയുടെ മേലും നിന്റെ കർത്താവിന് അധികാരമുണ്ട്. കാരണം അവൻ സമയത്തിനും കാലത്തിനും അതീതനാണ്, അപ്പുറമാണ്. അവൻ ദൈവമായതുകൊണ്ട് അവൻ സമയത്തിനും കാലത്തിനും അപ്പുറമാണ്. അതുകൊണ്ട് നിന്റെ ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്നെ സുഖപ്പെടുത്താൻ നിന്റെ കർത്താവിനെ പറ്റൂ. നിന്റെ അപ്പൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടില്ലേ? നിന്റെ അമ്മ നിന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിട്ടില്ലേ? നിന്റെ മാതാപിതാക്കൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തിയിട്ടില്ലേ? നിന്റെ മക്കൾ നിനക്ക് വല്ലാത്ത സങ്കടങ്ങൾ സമ്മാനിച്ചിട്ടില്ലേ? നിന്റെ കൂടപ്പിറപ്പിനാൽ തന്നെ വഞ്ചിക്കപ്പെട്ടില്ലേ? നിന്നെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ചവർ തന്നെ നിന്നെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തില്ലേ? നിന്റെ ജീവിത പങ്കാളി തന്നെ നിന്നോട് ദാമ്പത്യ അവിശ്വസത കാണിച്ചില്ലേ? അതിൻ്റെ ഒക്കെ മനസ്സിനേറ്റ മുറിവ് വല്ലാത്തൊരു മുറിവല്ലേ? എത്ര നാൾ കൊണ്ട് നടക്കും നീ? സൗഖ്യം കിട്ടാതെ എത്ര നാൾ ഈ മുറിവുമായി നിന്റെ ജീവിതത്തിൽ നീ ഞൊണ്ടി നടക്കും? മുറിവേറ്റ മനസ്സുകൊണ്ട് ഒരു ദൈവ പൈതലിന് സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തിലൂടെ നോർമലായിട്ട് നടക്കാൻ പറ്റില്ല. മുറിവേറ്റ കാൽപാദങ്ങൾ നിങ്ങൾ ആലോചിച്ചേക്കെ. മുറിവേറ്റ കാലുകൾ കൊണ്ട് സഞ്ചരിക്കുമ്പോൾ നിനക്ക് നോർമലായിട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. അതുകൊണ്ട്
മുറിവുകൾക്ക് സൗഖ്യം കിട്ടിയാലേ നോർമലായിട്ട് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റും. അല്ലെങ്കിൽ നീ എപ്പോഴും അതെനിക്ക് ഇന്നലെ അങ്ങനെ സംഭവിച്ചു, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ ചെയ്തു, അവരിപ്പോഴും എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർ ഇന്നലെയും കൂടി അങ്ങനെ ചെയ്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നിരന്തരം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഇന്നിൻ്റെ പ്രശ്നത്തിൻ്റെയും നമ്മുടെ ഇന്നിൻ്റെ സങ്കടങ്ങളുടെയും നമ്മുടെ നാളെയുടെ നൊമ്പരങ്ങളുടെ ഒക്കെ കാരണം ഇന്നലകളിൽ ആരോ എന്തോ നമ്മോട് ചെയ്തതാണെന്ന് പറഞ്ഞ് നിരന്തരം നാം നമ്മെ തന്നെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ എല്ലാ നാളുകളും നീ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് നീ തിരിച്ചറിയണം. പിശാചിൻ്റെ വഞ്ചനയാണത്, സാത്താൻ്റെ കെണിയാണത്, അതറിയണം. ഹല്ലേലൂയ. പിശാചൊരുക്കിയ കെണിയാത്. ഇതറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ പിശാചിൻ്റെ കെണിയിൽ കിടക്കും. എന്ത്? ഇന്നലകളിൽ. അതുകൊണ്ടാണ് പൗലോസിനെ പറഞ്ഞത്, ഞാൻ എൻ്റെ ഇന്നലകളെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകും. എത്ര പേർക്ക് പറയാൻ പറ്റും? എന്നെ ശ്രമിക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് ശരിക്കും ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും, അച്ഛാ യെസ്, ഞാൻ എൻ്റെ ഇന്നലകളെല്ലാം വിസ്മരിക്കുക, മറക്കുക. വേദനിപ്പിച്ചതും കുറ്റപ്പെടുത്തിയതും മനസ്സിനെ തളർത്തിയതും ഒറ്റപ്പെടുത്തിയതും സ്നേഹിക്കാതിരുന്നതും കുത്തുവാക്കുകൾ പറഞ്ഞതും പരദൂഷണം പറഞ്ഞതും കളിയാക്കിയതും വഞ്ചിച്ചതും ഒക്കെ ഞാൻ വിസ്മരിക്കുക, ക്ഷമിക്കുക, എല്ലാം എല്ലാം. എന്നിട്ട് എനിക്ക് മുന്നോട്ട് പോകണം. ഞാൻ ഇന്നലകളിൽ കെട്ടപ്പെട്ടവനെ പോലെ കെട്ടപ്പെട്ടവളെ പോലെ ജീവിക്കേണ്ടതിന് എനിക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ചങ്കുറപ്പെടുക്കുന്ന തീരുമാനമെടുക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ ഈ തീരുമാനം എടുത്താലേ പോകാൻ പറ്റും. അല്ലെങ്കിൽ നീ എന്നും എക്കാലവും അടിമയായി. ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തി ഇന്നലയുടെ അടിമയാണ്. സ്ലേവ് ഓഫ് ദ പാസ്റ്റ്, ഇന്നലയുടെ അടിമ. ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തി അതാ. അവന് നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ട് നീ ക്ഷമിക്കുന്നില്ല? ഒരു വ്യക്തിയെ ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നീ ചോദിക്കണം, മോനെ നിനക്ക് എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ പറ്റാത്തത്? എന്താണ് നിനക്ക് ഇങ്ങനെ വെറുപ്പ് തോന്നാനുള്ള കാരണം? അപ്പോൾ അവനൊരു സംഭവം പറയാനുണ്ടാവും. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിന് കാരണം ഇതാണ്, എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ്, എൻ്റെ അമ്മായിയമ്മ എന്നോട് ഇങ്ങനെ ചെയ്തു, എൻ്റെ അമ്മായിയപ്പൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മക്കൾ അങ്ങനെ ചെയ്തു. ഒരു സംഭവം എടുത്തു വയ്ക്കിട്ട് ഇത് കാരണമാണ് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതെന്ന് പറയും. അപ്പോൾ ക്ഷമിക്കാതിരിക്കുന്നൊരു വ്യക്തി ഇന്നലയുടെ ഓർമ്മയുടെ കൈപ്പേറിയ കഷ്ടപ്പാടിൻ്റെ ഓർമ്മയുടെ അടിമയാണെന്നല്ലേ അതിനർത്ഥം? അതെ. എന്നിട്ട് ആ ഒരു സംഭവത്തെ വെച്ചിട്ടാണ് നീ പറയുന്നത് നിനക്ക് ക്ഷമിക്കാൻ. നിന്റെ ഇന്നിനെ നഷ്ടപ്പെടുത്തി, ഇന്നിന്റെ നന്മകളെ നഷ്ടപ്പെടുത്തി, ഇന്ന് നിന്റെ മേൽ ദൈവം വർഷിക്കാനിരുന്ന കൃപ ക്ഷമിക്കാതിരുന്നതിന്റെ പേരിൽ നീ നഷ്ടപ്പെടുത്തി. കാരണം ഏതാ? വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാരണം കിടക്കുന്നത്. 10 വർഷം മുമ്പും 15 വർഷം മുമ്പും 20 വർഷം മുമ്പും ആരോ നിന്നോട് ചെയ്തതും പറഞ്ഞതും ഇന്നും മനസ്സിൽ താളൊലിച്ച് അവരോട് ഉള്ളിൽ ഹൃദയത്തിന്റെ ഏതോ കോണിൽ ഇന്നും വെറുപ്പും വിദ്വേഷവും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നല്ലത് പറയാൻ നിന്റെ നാവ് ഇന്ന് വരെ ചലിച്ചിട്ടില്ലെങ്കിൽ മോനെ നീ ഇന്നലയുടെ അടിമത്തത്തിലാണ്, പൂർണ്ണമായും അടിമത്തത്തിലാണ്, പാപത്തിന്റെ അടിമത്തത്തിൽ, വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അടിമത്തത്തിൽ, സ്ലേവറിയാണ്, അടിമയാണ്. നിനക്കിപ്പോ വലിയ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം, എല്ലാം ഓക്കെ എന്ന് ഗണിക്കുന്നുണ്ടാകാം. പക്ഷേ ഉണ്ടല്ലോ, നീ യഥാർത്ഥത്തിൽ അടിമയാണ്. അതാണ് വചനം പറയുന്നത്. എൻ്റെ കഷ്ടതയുടെയും വിലാപങ്ങളും 3:19 വചനം പറയുന്നതാണ്, എൻ്റെ കഷ്ടതയുടെയും എൻ്റെ അലച്ചിലിൻ്റെയും ഓർമ്മയുണ്ടല്ലോ, അത് കൈപ്പേറിയ വിഷമാണ്. ആ വിഷമായിട്ട് ഉള്ളിൽ കിടക്കുക. വിഷം ഉള്ളിൽ ചെന്നാൽ വിഷം ഉള്ളിൽ ചെല്ലുന്നവനാണ് മരിച്ചു പോകുന്നത്, വിഷം കൊടുക്കുന്നവനല്ല മരിച്ചു പോകുന്നത്. ആണോ? നിന്റെ അപ്പനാണ് നിനക്ക് ഈ കൈപ്പേറി ഓർമ്മ സമ്മാനിച്ചത്, നിന്റെ അമ്മയാണ് നിനക്ക് ഈ കൈപ്പേറി ഓർമ്മ സമ്മാനിച്ചത്, നിന്റെ അയൽവക്കക്കാരും നിന്റെ നാട്ടുകാരുമാണ് നിനക്ക് ഈ കൈപ്പേറി ഓർമ്മ സമ്മാനിച്ചതെങ്കിൽ അവരല്ല മരിക്കുന്നത്. വചനം പറഞ്ഞെന്നാണെന്നറിയോ? കൈപ്പേറി ഓർമ്മ അത് നിന്റെ ഉള്ളിൽ വിഷമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നീയാണ് അതിലൂടെ നാശത്തിലേക്ക് പോകുന്നത്. നിനക്കാ നഷ്ടം. അതെന്താ മനസ്സിലാക്കാത്ത? എന്നിട്ട് പറയാണ്, അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. വല്ല കാര്യമുള്ള കാര്യമാണോ? അമ്മായിയമ്മ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് തൂങ്ങിയിരിക്കുക കുറച്ച് നാളുകളായി. ആര് വരുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ക്ഷമിക്കാൻ പറ്റണില്ല.
എന്തോ പറഞ്ഞു, ശരിയാണ് പറഞ്ഞു. അപ്പോഴത്തെ ആ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പറഞ്ഞു പോയതാണ്. പിന്നീട് മാപ്പും പറഞ്ഞു. പക്ഷെ ഇത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞില്ലേ, എന്നാൽ അങ്ങനെ പറയുമായിരുന്നോ, അങ്ങനെ പറയാമായിരുന്നോ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അങ്ങനെ പറഞ്ഞേ? അവർ കേട്ടില്ലേ, അവരോടല്ലേ പറഞ്ഞേ, എന്നാൽ അവരോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതെല്ലാം മനസ്സിൽ കിടക്കുവാണേ. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനം ഇന്ന് തകരുക. നല്ല കാര്യമുള്ള കാര്യമാണോ? പറ. സമാധാനത്തിൽ ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ലേ? സ്വസ്ഥമായിട്ട് ഉറങ്ങണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ? ചിലർക്ക് ഉറക്കമില്ല. എന്തേ? ഓർമ്മകളാണ്. കൈപ്പേറി ഓർമ്മകളുണ്ട്. ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടിയ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഒരു 90% സുഖനിദ്ര കിട്ടാൻ നമ്മുടെ ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടിയാൽ മതി. ഓർമ്മകൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഓർമ്മകൾ നമ്മുടെ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ഒരിക്കലും നമ്മുടെ ഓർമ്മകൾ നമ്മളിൽ നിന്ന് മാഞ്ഞു പോകില്ല. അത് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവയാണ്. നമ്മുടെ ഓർമ്മകൾ മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവയാണ്. പക്ഷേ ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ അത് അപകടകാരികളായിട്ട് മാറും. കൂടെ സഞ്ചരിച്ചോട്ടെ. ഇപ്പോഴും എൻ്റെ അപ്പൻ എന്നെ തല്ലിയത്, എൻ്റെ അമ്മ എന്നെ തല്ലിയത് എനിക്ക് ഓർമ്മയുണ്ട്. നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. എൻ്റെ ടീച്ചേഴ്സ് എന്നെ തല്ലിയിട്ടുണ്ട്. അപ്പം ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായി. ഇപ്പം അത് ഓർക്കുമ്പോൾ ഒരു സങ്കടവുമില്ല, വിഷമവുമില്ല. കാരണം എന്താ? സൗഖ്യം കിട്ടിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇതേക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നിട്ട് പറയാണ്, ഇതെല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുക, എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു എന്ന വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ ഓർമ്മിക്കും, അതെന്താ? കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവൻ്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ, ആ ഓർമ്മ പുതുക്കൽ നമ്മളിൽ വരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവാണ് അല്ലേ റോമാ 5:5 പറയുന്നത്. ഈ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യാശ നിറയും. അവിടെ നിരാശയില്ല. അപ്പോൾ ഈ പ്രത്യാശയെ നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് ഒക്കെ കടന്നു പോകുന്നതിന് കാരണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടെന്താ? ഇന്നലകളുടെ പല അനുഭവങ്ങൾക്കും നിനക്ക് ഇന്നും സൗഖ്യം കിട്ടിയിട്ടില്ല. ഇന്നലകളുടെ ചില നഷ്ടങ്ങൾ സൗഖ്യം കിട്ടിയോ? ഇല്ല. കിട്ടണം. ഇന്നലകളുടെ പരാജയങ്ങൾക്ക് സൗഖ്യം കിട്ടിയോ? ഇല്ലെങ്കിൽ അത് സ്വന്തമാക്കണം. അതിനാ ഈശോ മുറിവേറ്റത്. അവൻ്റെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ മനസ്സിലുണ്ടാകാം. മുറിപ്പെടുത്തി സംസാരിച്ച് സ്നേഹം നിഷേധിച്ചതിൻ്റെ ഭാരം ഉള്ളിലുണ്ടാകാം. സൗഖ്യം കിട്ടണമെന്നേ. സൗഖ്യം കിട്ടാൻ ഈശോയെ നിന്റെ തിരുമുറിവിലേക്ക് ഇതാ എൻ്റെ മുറിവുകളെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. നിന്റെ തിരിച്ചോരയാൽ കർത്താവേ നീ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ ആ സംഭവത്തെ, ആ ഓർമ്മകളെ, ആ മുറിവേൽപ്പിച്ചവരെ എല്ലാവരെയും ചേർത്ത് വെച്ചിട്ട് എല്ലാവരെയും, നിന്റെ മനസ്സിനെയും നിന്റെ ഓർമ്മകളെല്ലാം യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവിടെ കഴുകപ്പെടുമ്പോൾ നിനക്ക് സൗഖ്യം കിട്ടും. യേശുവിൻ്റെ രക്തത്തിൽ കഴുകപ്പെടുമ്പോൾ നിനക്ക് വിടുതലുണ്ടാകും. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ ആ വിഷയത്തിൽ നിനക്കൊരു വീണ്ടെടുപ്പുണ്ടാകും. അല്ലെങ്കിൽ മരിക്കുന്നത് വരെ നീ അടിമയായി, ഇന്നലെയുടെ അടിമയായി നിന്റെ ഇന്നിനെയും നാളെയും നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കാൻ ക്ഷമിക്കാൻ തയ്യാറാകാം. യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം എടുക്കാം. ഓർമ്മകൾക്ക് സൗഖ്യമുള്ളവരായി മുറിവേറ്റപ്പെട്ടവരായി അല്ലാതെ, മുറിവേറ്റ മനസ്സുമല്ലാതെ സൗഖ്യപ്പെട്ട മനസ്സുമായിട്ട് നമുക്ക് ജീവിക്കാം. ആത്മാവ് നമ്മളെ അതിന് സഹായിക്കും. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സൗഖ്യം നമ്മളിൽ സംഭവിക്കും. ഈ ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, നീ വാഗ്ദാനം ചെയ്ത സൗഖ്യം ഞങ്ങൾക്ക് തരണമേ. ആ സൗഖ്യത്തിൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരുന്നു ആരാധനയുടെ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കാം. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ
കൈകൂപ്പിടുന്നു. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം. ധന്യമീ ജീവിതം ആത്മനാഥാ നിനക്കാരാധന. ആത്മജനേകിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന. ആത്മജനേകിടും ആരാധന. നാമമോർക്കെ നിറപുഞ്ചിരിയോടെ മുൻപിലെത്തും. നീറും നേരം നിന്നാമമോർക്കെ നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും. നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം നറുമുത്തായി മാറും നിൻ സാന്ത്വനത്താൽ. നാദാ നിൻ കയ്യിലെ ശാശ്വതാനന്ദം നിർലോഭം ഒഴുക്കവേ ധന്യം ഞങ്ങൾ. ആത്മനാഥാ നിനക്കാരാധന. ആത്മജനേകിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന. ആത്മജനേകിടും ആരാധന. പിതാ ദിവ്യകാരുണ്യമായി മകളെ ഈശോ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ്. നിന്റെ മനസ്സിനകത്ത് എല്ലാ മുറിവുകൾക്കും ഈശോ സൗഖ്യം തരുന്ന നിമിഷമാണ്. ഇതാ സൗഖ്യദായകനാണ് നിന്റെ കർത്താവ്. നിന്റെ കർത്താവിന് മാത്രമേ ഇനി നിന്നെ സുഖപ്പെടുത്താൻ പറ്റൂ. മനുഷ്യന് സുഖപ്പെടുത്താൻ പറ്റുമായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ നീ സൗഖ്യമുള്ളവളായി മാറിയിരുന്നേനെ. നിന്റെ കർത്താവിനെ നിന്നെ സുഖപ്പെടുത്താൻ പറ്റും. നിന്റെ ഈശോയ്ക്ക് നിനക്ക് വേണ്ട സൗഖ്യം തരാൻ പറ്റും. അതാ ഈ ഈശോ അൽത്താരയിലേക്ക് ഇറങ്ങി വരുമ്പോ മോളെ മോനെ, നിന്റെ എല്ലാ മനസ്സിനേറ്റ മുറിവുകൾ, ഇന്നോളം സൗഖ്യം കിട്ടിയിട്ടില്ലാത്ത, ഇന്നോളം ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലാത്ത നിന്റെ ജീവിതത്തിന്റെ സകല ഇന്നലകളെയും ദിവ്യകാരുണ്യത്തിലേക്ക് കൊണ്ടുപോവാ. ഈശോ ഇറങ്ങി വരുമ്പോ നിന്റെ വേദനകളും നിന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞോളാം. നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളെല്ലാം പറഞ്ഞോളാം. ഈശോയ്ക്ക് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും. നിന്റെ കർത്താവ് നിന്നെ സുഖപ്പെടുത്താൻ പോകുന്ന നിമിഷമാണ്. വിശ്വാസത്തോടെ എല്ലാ മക്കളും ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി. ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി. മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം, മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം സമ്മാനമായേകി തൃക്കൈകളാൽ. ഈശോ നിന്നുള്ളിലെ സ്നേഹമാമൃതം മിഴിനീർ തുടയ്ക്കവേ ധന്യം ഞങ്ങൾ. ആത്മനാഥാ നിനക്കാരാധന. ആത്മജനേകിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന. ആത്മജനേകിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന. ആത്മജനേകിടും ആരാധന.
കരങ്ങൾ കൂപ്പി ഈശോയെ കാണാം. നിന്റെ കണ്ണുകൾ നന്നായിട്ട് തുറന്ന് കർത്താവിനെ കാണാം. ഇതാ ഈ അൾത്താരയിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. നീ നിരാശയിലും സങ്കടത്തിലും നൊമ്പരത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലും ഒന്നും ജീവിക്കാൻ നിന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിനങ്ങനെ ജീവിക്കുന്നേ? നീ ഒറ്റപ്പെട്ടവനായും തിരസ്കരിക്കപ്പെട്ടവനായും മുറിവേൽപ്പിക്കപ്പെട്ടവനായും ആർക്കും വേണ്ടാത്തവനായി ജീവിക്കാൻ നിന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ നീ എന്തിന് ദൈവം ആഗ്രഹിക്കാത്ത ഒരു ജീവിതം പേറിക്കൊണ്ട് നടക്കണം? നിന്റെ ഇന്നിന്റെ സന്തോഷവും നിന്റെ ഇന്നിന്റെ ആനന്ദവും സമാധാനവും തല്ലിക്കടത്തിക്കൊണ്ട് ജീവിക്കാൻ നിന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്തിനാ മോനെ കർത്താവ് ആഗ്രഹിക്കാത്തൊരു കാര്യം നീ നിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നേ? നിന്റെ കർത്താവ് എത്രയോ നല്ലവനാ. നിനക്ക് വേണ്ടിയല്ലേ നിന്റെ കർത്താവ് മുറിവേറ്റത്, അല്ലേ? നിനക്ക് വേണ്ടിയല്ലേ അവൻ ക്ഷതമേറ്റത്? എന്നെയും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ സ്വന്തം ജീവൻ അവൻ നമുക്കായി കാൽവരിയിൽ ഹോമിച്ചത്? ഇതിനേക്കാൾ അപ്പുറം നമ്മുടെ ദൈവത്തിന് നമ്മെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? നമ്മെ എങ്ങനെ സുഖപ്പെടുത്താൻ പറ്റും? ഈ സ്നേഹം കൊണ്ടല്ലേ നമ്മുടെ മുറിവുകളെ അവൻ വെച്ച് കെട്ടിയത്. നമ്മുടെ മനസ്സിനേറ്റ, നമ്മുടെ ഓർമ്മകളിൽ അവശേഷിപ്പിക്കുന്ന സകല മുറിവുകൾക്കും സൗഖ്യം തരാൻ ഈ സ്നേഹത്തിന് സാധ്യമാണ്. സ്നേഹം കൊണ്ട് അവൻ തന്റെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള സകല മുറിവുകൾക്കും സൗഖ്യം തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നീ ഞങ്ങളെ സ്പർശിക്കണമേ. ആ സ്നേഹത്തിന്റെ തലോടലുകൾ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട സൗഖ്യം തരണമേ. കർത്താവേ, മുന്നോട്ട് പോകാൻ പറ്റണില്ല, ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത നിരാശയാണ്. പലതും ഓർത്തും ആലോചിച്ചും ചിന്തിച്ചൊക്കെ വല്ലാത്ത കണ്ട് നിരാശപ്പെട്ടു പോവുക, വല്ലാതെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുക, വല്ലാതെ കണ്ട് അസ്വസ്ഥപ്പെടുകയാണ്. വല്ലാത്ത മനക്ലേശത്തിലും വല്ലാത്ത മാനസിക സംഘർഷത്തിലുമാണ് കർത്താവ് എൻ്റെ ജീവിതം. സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്തിനാ നീ എത്രമാത്രം ഓർക്കുന്നേ? നീ എന്തിനാ ചിലതൊക്കെ ഇത്ര കണ്ട് ഇങ്ങനെ ഹൃദയത്തിൽ താലോലിക്കുന്നത്? നിന്റെ ഇന്നിന്റെ സന്തോഷത്തെയും ഇന്നിന്റെ മനസ്സിന്റെ സുഖത്തെയും ആനന്ദത്തേക്ക് തല്ലിക്കടത്തുന്ന ഇന്നലകളുടെ ഓർമ്മകളെ നീ എന്തിന് ഇങ്ങനെ നിരന്തരം താലോലിച്ചു കൊണ്ടിരിക്കണം? സൗഖ്യം വേണ്ടേ? ഇതാ സൗഖ്യം തരാൻ സൗഖ്യദായകനായ ഈശോ ഈ അൾത്താരയിൽ. അവന്റെ മുറിവേറ്റ മുഖമാണ് ഈ അൾത്താരയിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ നീ കാണുക. ആ മുറിവിൽ നൊഴുകുന്ന ഓരോ തുള്ളി ചോരയുണ്ടല്ലോ, ആ ചുടുചോരയുണ്ടല്ലോ, എൻ്റെ ഓർമ്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. അവൻ മുൾമുടി ധരിച്ചപ്പോ തൻ്റെ നെറ്റിത്തടങ്ങളിൽ തുളച്ചു കയറിയ ആ മുള്ളുകളുണ്ടല്ലോ, ആ കൂർത്ത മുള്ളുകൾ, അത് തുളച്ചു കയറിയപ്പോൾ നെറ്റിത്തടങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരിച്ചോരയുണ്ടല്ലോ, നിന്റെ മനസ്സിലും നിന്റെ ചിന്തകളിലും അവശേഷിക്കുന്ന സകല മുറിവേറ്റ ഓർമ്മകൾക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ടല്ലേ മോനെ അവൻ്റെ നെറ്റിത്തടങ്ങളിൽ പോലും മുറിവേൽക്കാൻ അനുവദിച്ചത്. നിന്റെ ചിന്തകളെ ഈശോയ്ക്ക് കൊടുക്ക്, മനസ്സിനെ കൊടുക്ക്, ഓർമ്മകളെ കൊടുക്ക്. സൗഖ്യം കിട്ടേണ്ട നിന്റെ ഇന്ധനകളെ കൊടുക്ക്. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, ക്ഷമിക്കാൻ പറ്റാത്ത സകല വിഷയങ്ങൾ ഈശോയ്ക്ക് കൊടുക്ക്. നിനക്ക് സൗഖ്യം കിട്ടേണ്ട വിഷയങ്ങളെ കൊണ്ട് നടക്കരുത്. നീ രോഗിയായിട്ട് മാറും. തീർച്ചയായിട്ടും നീ രോഗിയായിട്ട് മാറും. നിനക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ രോഗിയായി തീരും. വെറുപ്പും വിദ്വേഷം നിന്നിൽ മനസ്സിന് മാത്രമല്ല ശരീരവും രോഗാതുരമാക്കി മാറ്റും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നിന്റെ മനസ്സിന് സൗഖ്യം കിട്ടുമായിരിക്കും. പക്ഷേ ഇന്ന് നിന്റെ മനസ്സിൽ നീ കടന്നിങ്ങനെ തള്ളിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനക്ലേശമുണ്ടല്ലോ, വെറുപ്പുണ്ടല്ലോ, വിദ്വേഷമുണ്ടല്ലോ, അത് നിന്റെ ശരീരത്തിൽ സമ്മാനിക്കുന്ന ചില രോഗങ്ങൾ ഒരുപക്ഷെ അതൊന്നും എക്കാലവും നിന്റെ ജീവിതത്തിൽ നിൽക്കും. അത് മാറണമെന്ന് നിർബന്ധമില്ല. ഉണ്ട്, ഒരു ദിവസം പോലും വൈകരുത് സൗഖ്യം എടുക്കാൻ. ചില വെറുപ്പ് വിദ്വേഷമൊക്കെ ട്യൂമറുകളായി, ക്യാൻസറുകളായി നിന്റെ ശരീരത്തിൽ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലേക്ക് നിന്റെ ജീവിതത്തെ തള്ളിയിടരുത്. ഈശോയെ, ക്ഷമിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓർമ്മകളോട് ക്ഷമിക്കാൻ, മുറിവേറ്റ ഓർമ്മകൾ, കഷ്ടപ്പാടിൻ്റെയും
അലച്ചിലിൻ്റെയും ഞെരുക്കത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഓർമ്മകളുണ്ടല്ലോ, വഞ്ചിക്കപ്പെട്ട ഈ ഓർമ്മകളോട് ക്ഷമിക്കാൻ ഈശോയെ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ ഈ മക്കൾക്ക് സൗഖ്യം നൽകണമേ. നിന്റെ സ്നേഹത്തിൻ്റെ എണ്ണ പുരട്ടി ഈ മക്കൾക്ക് സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിക്കേ. ഇതാ ഇയാൾ താരവെട്ടി ഈശോ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന സമയം. ഇതാ നിന്റെ ശിരസിൽ കർത്താവ് തൻ്റെ മുറിവേറ്റ കരം വയ്ക്കുന്ന സമയമാണ്. ആ മുറിവിൽ നിന്ന് ധാരധാരയായി ഒഴുകിയിറങ്ങുന്ന, ആണി അടിച്ചു കയറ്റിയപ്പോൾ അതിലൂടെ ഒഴുകിയിറങ്ങിയ തിരിച്ചോരയുണ്ടല്ലോ, ചുടുചോരയുണ്ടല്ലോ മോനെ, അത് ആ മുറിപ്പാടിൽ നിന്നും നിന്റെ ശിരസ് മുതൽ പാദം വരെ ഒഴുകിയിറങ്ങുന്ന സമയമാ. മോനെ നിനക്ക് സൗഖ്യമുണ്ടെന്ന്. ഈശോയെ മക്കളെ സ്പർശിക്കണമേ. കർത്താവ് ഇവരെ തൊടണമേ. ഈശോയെ ഈ മക്കൾക്ക് സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കണ്ടാലോ ആളറിയുകില്ല, ഉഴവു ചാൽപോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനെ മകളെ നീ മാന്യനായിടുക. മകനെ മകളെ നീ മാന്യയായിടുക. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽകരങ്ങൾ നിനക്കായി തുളയപ്പെട്ടു. മകനെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. നിനക്ക് വേണ്ടിയിട്ടല്ലേ അവൻ മുറിവേറ്റത്, നിനക്ക് വേണ്ടിയിട്ടല്ല അവൻ ക്ഷതമേറ്റത്. നോക്കുക മോളെ, നിനക്കായി തകർന്നിടുന്നു. കർത്താവിന്റെ തിരുവിലാവിലേക്ക്, തിരുമുറിവിലേക്ക് നോക്കിക്കേ. കണ്ണുകൾ അടച്ചോ, കണ്ണുകൾ തുറന്ന ദിവികാണ്ഡത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കേ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ മുറിവേറ്റ മുഖം നിന്റെ മനസ്സിലേക്ക് കൊണ്ടുപോവാ. ഈശോ എനിക്ക് വേണ്ടിയിട്ടാണ് മുറിവേറ്റതെന്ന് വിശ്വസിച്ച്, ഈശോ എനിക്ക് വേണ്ടിയിട്ടാണ് സഹിച്ചതെന്ന് വിശ്വസിച്ച്, ഈശോ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാൽവരിയിൽ ബലിയായി തീർന്നതെന്നൊന്ന് വിശ്വസിച്ച്, എൻ്റെ ഈശോയ്ക്ക് എന്നെ വേണം, എൻ്റെ ഈശോയ്ക്ക് എന്നെ വേണം. ഈശോയെ, അതുകൊണ്ടാണല്ലോ ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണല്ലോ നീ കാൽവരിയിൽ സ്വയം നഷ്ടപ്പെടുത്തിയത്. കർത്താവേ, ഈശോയെ, ഇപ്പോൾ തന്നെ നീ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. ഒത്തിരിയേറെ ഓർമ്മകൾ മനസ്സിലുണ്ട്, അല്ലാത്ത മുറിവേൽപ്പിച്ച ഓർമ്മകൾ മനസ്സിൽ കിടപ്പുണ്ട്. ഒട്ടും ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുമെന്നറിയില്ല. അതുപോലെ വെറുപ്പുള്ളിൽ രൂപപ്പെട്ട ചില ജീവിതത്തിന്റെ ഓർമ്മകളുണ്ട്. വല്ലാതെ വിലപിച്ച, സങ്കടപ്പെട്ട, ചങ്കുപൊട്ടി കരഞ്ഞ ഇന്നലകളുടെ ഓർമ്മകളുണ്ട്. ഈശോയെ, ഈശോയെ, അതിന് കാരണക്കാരായവര് ഇന്നും മനസ്സിലും മായാതെ കിടക്കുക. ക്ഷമിക്കാൻ പറ്റണില്ല. എത്ര നോക്കിയിട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല. എത്ര നോക്കിയിട്ടും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റണില്ല. ഈശോയെ, ഈശോയെ സഹായിക്കണമേ. ഈശോയെ, നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പ്രാർത്ഥിക്കുക. ഈശോയെ, നിന്റെ തിരുരക്തത്താൽ കഴുകണമേ. ഈശോയെ, നിന്റെ തിരിച്ചോരയാൽ കഴുകണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ, ചുടുചോരത്തുള്ളിയായി വീഴുന്നു. നിൻ പാപം പോക്കുവാനല്ലയോ, മകനെ മകളെ നീ മാന്യനായിടുവാ.
ഈശോ കാൽകരങ്ങൾ നിനക്കായി തുളയപ്പെട്ടു മകനേ. ഈശോയെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു മകളെ. നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മോളെ, മോനെ, ഒരു നിമിഷം നിന്റെ ഇന്നലകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാവോ? നീ പോലും ആഗ്രഹിക്കുന്നില്ലല്ലോ ചിലതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പോലും. ചില സംഭവങ്ങളൊക്കെ എന്നേക്കുമായിട്ട് മറക്കാൻ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലേ? ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത, ഓർത്തെടുക്കാൻ പോലും ആഗ്രഹിക്കാത്ത ജീവിതത്തിൻ്റെ എത്രയോ ഇന്നലകൾ നിന്നിലുണ്ട്. ചെറുപ്രായത്തിലെ ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ മുതൽ നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നിന്റെ മക്കൾ ഉപേക്ഷിച്ചതിൻ്റെ ഓർമ്മകൾ വരെ നിന്റെ മനസ്സിലില്ലേ? എന്തിനൊക്കെ സൗഖ്യം കിട്ടേണ്ടതുണ്ട്? ഏതെല്ലാം മേഖലകളിൽ ഈശോയുടെ സൗഖ്യം നീ ഏറ്റെടുക്കേണ്ടതുണ്ട്? ആ വിഷയങ്ങളെ ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്ത്. നിന്റെ മനസ്സിന് ഇന്നലകളിൽ ഏറ്റെല്ലാ മുറിവുകൾക്ക് സൗഖ്യം തരാൻ പറ. ഈശോയെ, എല്ലാവരുടെയും നടുവിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആരുമില്ല എന്നുള്ള തോന്നലുകളൊക്കെ ചില സമയത്തുണ്ടായിട്ടുണ്ട്. എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈശോയെ, എൻ്റെ ജീവിതം, എൻ്റെ ജന്മം വെറും പാഴായി പോയല്ലോ എന്ന് പോലും ചിന്തിച്ച ജീവിതത്തിൻ്റെ ഇന്നലകളുണ്ട്. എന്നെക്കൊണ്ട് കുടുംബത്തിന് പോലും ഒരു ഗുണമില്ലല്ലോ, എന്നെക്കൊണ്ട് എൻ്റെ സമൂഹത്തിന് പോലും ഒരു നന്മയില്ലല്ലോ എന്ന് ചിന്തിച്ച ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. ഈശോയെ, ഈശോയെ, വല്ലാതെ മനസ്സ് അങ്ങോട്ട് നിരാശപ്പെട്ടു പോവുക, വല്ലാതെ മനസ്സ് ഭാരപ്പെട്ടു പോവുക, വല്ലാതെ അങ്ങോട്ട് അസ്വസ്ഥപ്പെട്ടു പോവുക. ചില സമയത്ത് മനസ്സിനെ ചിന്തകളൊന്നും പിടിച്ചു നിർത്താൻ പറ്റണില്ല. വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് പറ്റാതെ പോകുന്ന അവസ്ഥകളുണ്ട്. ക്ഷമിക്കണമെന്നൊക്കെ എത്ര പലവട്ടം ആലോചിച്ചും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടും ക്ഷമിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. വിശുദ്ധ ജീവിതം നയിക്കണമെന്നൊക്കെ അങ്ങനെ നിർബന്ധം പിടിച്ച ജീവിതത്തിൻ്റെ അനുഭവത്തിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. കർത്താവേ, ഈശോയെ, എൻ്റെ ഈശോയെ, ഈശോയെ, നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈശോയെ, ഇന്നലകളിൽ അതുപോലെ മുറിവേറ്റ പലതും ഇന്ന് ഞാൻ വഹിച്ചു കൊടുക്കുന്നുണ്ട്. ഈശോയെ, അത് വഹിച്ചുകൊണ്ട് നടക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ, അത് കൊണ്ട് നടക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. ആ മുറിവിൻ്റെ ഭാണ്ഡക്കെട്ട് ഈശോയെ, ഇതാ നിന്റെ തിരുവിലാവിലേക്ക്, തിരുമുറിവിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. എല്ലാ മുറിവുകൾക്കും യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരിച്ചോരയാൽ സൗഖ്യമുണ്ട്. അവൻ്റെ തിരുമുറിവിൽ മോളെ, മോനെ, നിനക്ക് വേണ്ട സൗഖ്യം കർത്താവ് ഒളിപ്പിച്ചിട്ടുണ്ട്. ആ മുറിവിലേക്ക് എടുത്തു വയ്ക്കേ, ആ തിരുവിലാവിലേക്ക് എടുത്തു വയ്ക്കേ. ഈശോയോട് പറ, സൗഖ്യം തരാൻ പറ. ഈശോയെ, നിന്നെ തൊടാൻ പറ, ഇപ്പൊ തന്നെ തൊടാൻ പറ. ഈ ആരാധന ഈ നിമിഷം തന്നെ ഈശോ എന്നെ സ്പർശിക്കാൻ പറ, കൃപ വർഷിക്കാൻ പറ. ഇങ്ങനെ എനിക്ക് പോയാൽ പോരാന്ന് പറ. ഈശോയെ, കൃപ വർഷിക്കാൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടേകിയ മുത്തം എൻ്റെ ഈശോയെ വേദനയായി മാറിയപ്പോൾ, ഈശോ സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, ഈശോ ആ വേദന ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഇരു കരങ്ങളും എടുത്ത് ശിരസിലേക്ക് വയ്ക്കുക. നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത്, നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ രണ്ട് കരങ്ങളും സ്വതന്ത്രമാക്കി കരങ്ങൾ വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വയ്ക്കുക. അതല്ല ഒരു കരമേ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇല്ലെങ്കിൽ ആത്മന കർത്താവിൻ്റെ മുറിവേറ്റ കരം നിന്റെ ശിരസിൽ വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക. മക്കളെ,
മുറിവേറ്റ മനസ്സുമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് അത് വിപരീതമായ മനോഭാവമല്ലേ? ഈശോ ആഗ്രഹിക്കാത്തതല്ലേ? ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് നീ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ താലോലിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം ഇന്നലകളുടെ മുറിവേറ്റ ഓർമ്മകളല്ലേ? നിന്റെ ഓരോ ഓർമ്മകൾക്കും സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിനക്ക് ആരോടാ ക്ഷമിക്കാൻ പറ്റാത്ത അവരെ ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്നെടുത്ത് വെച്ച്, നിനക്ക് ആരോടാ മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റാത്ത? നിന്റെ അപ്പനോടാണോ? നിന്റെ അമ്മയോടാണോ? നിന്റെ ജീവിത പങ്കാളിയോടാണോ? നിന്റെ കുഞ്ഞുങ്ങളോടാണോ? നിന്റെ അയൽവാസികളോടാണോ? നിന്റെ സഹോദരങ്ങളോടാണോ? ആരോടാ നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത? ആരോടാ നിനക്ക് പൊറുക്കാൻ പറ്റാത്ത പക ഉള്ളിൽ കിടക്കുന്നത്, വെറുപ്പുള്ളിൽ കിടക്കുന്നത്, വിദ്വേഷം ഉള്ളിലുള്ളത്? ഈ നിമിഷം അവരെ ഒന്ന് ആത്മന കൊണ്ടുവരാവോ? അവരെ ഒന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് ആത്മന എടുക്കാവോ? എടുത്തിട്ട് അവരെ കൂടി നിന്റെ കരത്തിൻ്റെ ഉള്ളിൽ വയ്ക്കേ. അവരെ കൂടി ഒന്ന് അനുഗ്രഹിക്കേ. അവരെ കൂടി ഒന്ന് സ്പർശിക്കാൻ പറ. ഈശോയെ അവരെ കൂടി സുഖപ്പെടുത്താൻ പറ. ഈശോയെ അവരെ കൂടി അനുഗ്രഹിക്കാൻ പറ. അവരനുഗ്രഹിക്കപ്പെടുമ്പോൾ, അവരെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് സൗഖ്യമായിട്ട് മാറും. അവരെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് സൗഖ്യമായിട്ട് മാറും. നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടോ? ആരുമൂലമാണോ നിനക്ക് വേദനയുണ്ടായത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമുണ്ടല്ലോ, നിനക്ക് ക്ഷമിക്കാനുള്ള കൃപ ഇറങ്ങും. നിനക്ക് ക്ഷമിക്കാനുള്ള കൃപ ആത്മാവ് തരും. കൊണ്ട് പ്രാർത്ഥിക്കേ. ഏതാനും നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കൾ ഇവരുടെ ശിരസിൽ വെച്ചിരിക്കുന്ന കരം നിന്റെ കരമാണെന്ന് ഇതാ ഞാൻ കാണുന്നു. ഈശോയെ, നിന്റെ കരമായിട്ട് കാണുന്നു. ആ കരം ആ മുറിവേറ്റ കരമാണല്ലോ. അതിൽ നിന്ന് രക്തം ഇപ്പോൾ ധാരധാരയായി ഒഴുകിയിറങ്ങട്ടെ എല്ലാ ശരീരത്തിന്റെ രോഗങ്ങളിലേക്ക്, എല്ലാ മനസ്സിനേറ്റ മുറിവുകളിലേക്ക്, എല്ലാ ആത്മാവിന്റെ രോഗമായ പാപത്തിന്റെ സ്വാധീനങ്ങളിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകിയിറങ്ങട്ടെ. യേശുവിന്റെ ചുടിച്ചോര ഒഴുകിയിറങ്ങട്ടെ. ഈശോയെ, ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ തന്നെ വലിയ വിടുതലുകൾ ഈ കൂട്ടായ്മയിൽ യേശുവിന്റെ രക്തത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. നിന്റെ നെറ്റിത്തടങ്ങളിൽ തന്നെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഒരു കുരിശ് വരച്ച്, ഈശോയെ, നീ എന്നെ ആശീർവദിച്ച് സൗഖ്യം തന്നതിന് നന്ദി പറഞ്ഞ് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ രക്തം മക്കളെ നമ്മൾ പൊതിയുന്ന സമയമാണ്. ആ രക്തം നമ്മുടെ രക്തധമനികളിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണ്. ആ രക്തം നമ്മുടെ മജ്ജയിലും മാംസത്തിൽ ഒഴുകിയിറങ്ങുന്ന സമയമാണ്. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. വലിയ സൗഖ്യങ്ങൾ കർത്താവ് നൽകുന്ന സമയം. ആരാധന, ഹല്ലേലൂയ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെയുമെൻ പൊന്നുകർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെയുമെൻ പൊന്നുകർത്താവേ. കൂട്ടായ്മയിൽ കുറേ നാളുകളായിട്ട് വല്ലാതെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട്, പ്രത്യേകിച്ച് സ്വന്തം ജീവിത പങ്കാളിയിൽ നിന്നും മുറിവേറ്റ ഓർമ്മകളിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന് മനസ്സിനൊന്നും സ്വസ്ഥതയില്ലാതെ ശരീരം ഇങ്ങനെ ശോഷിച്ചു പോകുന്ന അവസ്ഥയിലായിരുന്ന ഒരു മകളെ കർത്താവ് വലിയ സൗഖ്യം നൽകി, വിടുതൽ നൽകി, അഭിഷേകം ചെയ്യുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. തൈറോയിഡുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയുള്ള ആരെയോ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നതായിട്ട്, ഹോർമോണിൻ്റെ മേഖലയിൽ കർത്താവ് വലിയ സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. നട്ടെല്ലിന് വേദനയായിട്ട് ഡിസ്കുമായി ബന്ധപ്പെട്ട് പെയിൻ അനുഭവപ്പെടുന്ന, വല്ലാതെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു മകളെ കർത്താവ്
ഇതാ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന. കഴിഞ്ഞ 7 വർഷത്തിലധികമായിട്ട് സ്വന്തം ജീവിത പങ്കാളിയുടെ അമ്മയോട് ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ മനസ്സിലേറ്റെന്തോ മുറിവോ അസ്വസ്ഥതകളോ അതൊന്നും കൊണ്ടു നടക്കുന്ന മകളെ കർത്താവ് സ്പർശിച്ച് വലിയ സൗഖ്യം നൽകി, വിടുതൽ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്, ക്ഷമിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കുടുംബാംഗങ്ങളിൽ ആരോ ആത്മഹത്യ ചെയ്ത് മരിച്ചതിൻ്റെ വല്ലാത്ത ഒരു ഭയപ്പെട്ട ഓർമ്മ മനസ്സിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ആ ഓർമ്മകൾക്ക് സൗഖ്യം നൽകി വിടുതൽ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. 4 വർഷത്തിലധികമായിട്ട് മക്കളില്ലാതിരുന്ന ഒരു ദമ്പതിമാരെ കർത്താവ് ഈ കൂട്ടായ്മയിൽ അനുഗ്രഹിച്ച് കഴിഞ്ഞതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വസിക്കുക, ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാവും നേർന്ന് അനുഗ്രഹം സ്വന്തമാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ രാത്രിയുടെ യാമങ്ങളിൽ വല്ലാതെ കരയുകയും സങ്കടപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മകളെ ഈശോ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. 13 ലക്ഷത്തിൻ്റെ കടബാധ്യതയായിട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തിക മേഖലകളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഈശോയെ ആരാധന, 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 ആരാധന. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും നാളുകളിലൊക്കെ ആയിട്ട് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ചില തടസ്സങ്ങളും അസ്വസ്ഥതകളും കണ്ടിട്ട് ദൈവം ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിൽ, ചോദിക്കുന്ന രീതിയിൽ ഒരു അവിശ്വാസത്തിൻ്റെ നിഴൽ മനസ്സിലേക്കും ചിന്തകളിലേക്കും കടന്നു വന്ന ഒരവസ്ഥയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ കൂട്ടായ്മയിൽ വലിയ വിടുതൽ നൽകി, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചൊറിച്ചിൽ പോലത്തെ അവസ്ഥ കർത്താവ് കാണുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ ചൊറിഞ്ഞ് അതിൻ്റെതായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അലർജി എന്നോണമാണത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. ഈശോയാണ് നമുക്ക് സൗഖ്യം തന്നത്. ഈശോയ്ക്ക് മാത്രമേ നമ്മെ സുഖപ്പെടുത്താൻ പറ്റൂ. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് തമ്പുരാൻ്റെ വലിയ കാരുണ്യം, സ്നേഹം അനുഭവിച്ചറിഞ്ഞ നമ്മൾ ആനന്ദത്തിൽ തുടരാൻ, സൗഖ്യമുള്ളവരായി എന്നോ കാലം ജീവിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഹല്ലേലൂയ യേശുവേ, ആരാധന യേശുവേ, ആരാധന, ആരാധന യേശുവേ, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അമ്മ, ഞങ്ങൾക്ക് വേണ്ടി രാത്രികാലം മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ സ്നേഹത്തിൽ നമ്മളെ സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം.
ജന്മമലോന കന്യേ നിർമ്മലനായ നിൻ മകനോടിരുന്നരുൾ മംഗലപൂർണ പാത്രേ വാനവർ സാഷ്ടാംഗനെ സ്തുതിക്കും ഗത്രേ നക്ഷത്രമൗലിതരേ പാദയുകളെ ഹൃഷത്രശാലങ്കൃതേ ഭാസ്കരമണിഞ്ഞ കന്യേ പാപരോഗത്തെ പോക്കും ഔഷധ സമ്പന്നേ ശത്രുക്കൾ മുന്നിൽ നിന്നും സത്യം മറയ്ക്കും ചിത്താശയത്രത്തിൽ നിന്നും തിന്മ സർവത്തിൽ നിന്നും കാത്തുരക്ഷിച്ചു നന്മ നൽകിയിടുകയെന്നും ദൈവപിതാസുതയേ തൻ സുത സ്നേഹ